ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു നേർച്ച നടത്താനാണ്. വർഷങ്ങൾക്ക് മുൻപ് വന്നൊരു പള്ളിയിലേക്ക് ഒരിക്കൽ കൂടി വന്നൊരു നേർച്ച ചെയ്യാൻ. അപ്പൊ പിന്നെ നിങ്ങളും പോരെ. എവിടേക്കാണെന്നോ? കൊരട്ടിമുത്തിയുടെ പള്ളിയിലേക്ക്. ചാലക്കുടി പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ കൊരട്ടിയിലാണ് അഭിനവ ലൂർദ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സീറോ മലബാർ സമൂഹത്തിന്റെ ഈ പള്ളി 1381 സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നതെങ്കിലും അറിയപ്പെടുന്ന രേഖകൾ അത്രയും ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലേത് മാത്രമാണ്. വേളാങ്കണ്ണിക്ക് ശേഷം പരിശുദ്ധ മാതാവിന്റെ പേരിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 2ാം സ്ഥാനമാണ് കൊരട്ടിപ്പള്ളിക്കുള്ളത്. എല്ലാ ദിവസവും പ്രധാനമാണെങ്കിലും കൊരട്ടിമുത്തിയോടുള്ള നൊവേനയുള്ള ശനിയാഴ്ച ദിവസം ഇവിടെ കൂടുതൽ ഭക്തർ എത്താറുണ്ട്. ഈ പള്ളിയുടെ പ്രധാന നേർച്ചയായ പൂവൻകുല നേർച്ചയെപ്പറ്റിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിന്റെ പിന്നിലെ ഐതിഹ്യമാണ് ഇവിടെ വലിയ രീതിയിൽ പണിതു വച്ചിരിക്കുന്നത്. ഐതിഹ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൊരട്ടിക്കടുത്തുള്ള മേലൂരിൽ നിന്നുള്ള ഒരു തീർത്ഥാടകൻ കൊരട്ടിമുത്തിക്ക് വഴിപാടായി പൂവൻ വാഴപ്പഴം എന്ന പ്രത്യേക ഇനം വാഴപ്പഴത്തിന്റെ കൊല ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. ആ സമയത്ത് അയാൾക്ക് വഴിയിൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരാളെ കാണാനിടയായി. അവിടെ ഇരുന്നിരുന്ന ആൾ ആ സ്ഥലത്തെ പ്രമാണിയായിരുന്നു. വാഴക്കൊല കണ്ടപ്പോൾ ആ തീർത്ഥാടകനോട് 2 വാഴപ്പഴം നൽകാൻ ഇയാൾ ആവശ്യപ്പെട്ടു. പക്ഷെ കൊരട്ടിമുത്തിക്ക് സമർപ്പിക്കാനുള്ള വഴിപാടാണെന്ന് പറഞ്ഞ് പഴം നൽകാൻ ആ തീർത്ഥാടകൻ വിസമ്മതിച്ചു. എന്നാൽ ഈ പ്രമാണി ബലമായി കുട്ടയിൽ നിന്ന് 2 വാഴപ്പഴം പുറത്തെടുത്ത് തിന്നുകയും വാഴപ്പഴം കഴിച്ച ഉടനെ അയാൾക്ക് വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. മരുന്നുകൾക്കൊന്നും വേദന സുഖപ്പെടുത്താൻ കഴിയാതിരുന്നപ്പോൾ അതെന്തോ ദൈവികമായ ഇടപെടലാണെന്ന് ആ പ്രമാണി മനസ്സിലാക്കി. ഉടൻ തന്നെ കൊരട്ടിമുത്തിക്ക് വഴിപാടായി സ്വർണത്തിൽ തീർത്ത് ഒരു പൂവൻ കുല നിർമ്മിച്ചു നൽകി. ഇത് ചെയ്ത നിമിഷം ആ നാട്ടുപ്രമാണിയുടെ വേദന കുറഞ്ഞു എത്രേ. അതുകൊണ്ട് ആ പ്രമാണി അദ്ദേഹത്തിന്റെ കുറേ സ്ഥലങ്ങൾ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിന് ദാനം നൽകി. അന്നു മുതൽ കൊരട്ടിമുത്തിക്ക് പൂവൻകുലയുമായി തീർത്ഥാടകർ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്താറുണ്ട്. അതിനാൽ കൊരട്ടിമുത്തി പൂവൻകുല മാതാവ് എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവിടെ മാതാവിന്റെ രൂപത്തോടൊപ്പം നമുക്കൊരു സ്വർണ്ണക്കുലയും കൂടി കാണാൻ പറ്റും. ആദ്യം പ്രാർത്ഥിച്ചിട്ട് വന്ന് നേർച്ച ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ പള്ളിക്കുള്ളിലേക്ക് കയറി. വിശാലമായ പള്ളിയും മാതാവിന്റെയും സെബസ്ത്യാനോസ് പുണ്യാളന്റെയും ഒക്കെ രൂപങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പള്ളിക്ക് പുറത്ത് പിന്നെ കണ്ടത് തിരുസന്നിധി എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ ചില്ലുകൂട്ടിൽ കിടത്തിയിരിക്കുന്ന വലിയൊരു രൂപവും തൊട്ടടുത്ത മുറിയിലായി പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി വളരെ നിശബ്ദമായി കീപ്പ് ചെയ്യുന്ന ഒരു മുറി. അധികം ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. കുറച്ച് മാറിയിട്ടാണ് തുലാഭാരം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടത്. സാധാരണ ക്ഷേത്രങ്ങളിലാണല്ലോ കാണാറ്, പക്ഷെ ഇവിടെയും ഉണ്ടത്. ഇവിടുത്തെ പ്രധാന നേർച്ചയായ പൂവൻ വാഴപ്പഴം കൊണ്ടുള്ള തുലാഭാരം നേർച്ചയാണ് സാധാരണയായി ചെയ്യുന്നത്. 1 കിലോയ്ക്ക് 25 രൂപ എന്നതാണ് എഴുതി വെച്ചിരിക്കുന്ന നിരക്ക്. ഒന്ന് ചുറ്റി വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലം പള്ളിയുടെ പിൻവശമായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഇതാണ് പള്ളിയുടെ പ്രധാന വാതില്. ഇതിനു മുന്നിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അത്ഭുത കൽക്കുരിശൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ റോസറി വില്ലേജ് എന്ന് എഴുതി ഇളം മഞ്ഞയും വെള്ളയും കലർന്ന നിറത്തിൽ പള്ളിയുടെ ഒരു വശത്തായി വിശാലമായി പണിതിട്ടിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. അതിലേറ്റവും വലിയ അട്രാക്ഷൻ എന്തായിരുന്നോ, യേശുവിന്റെ ഒരു രൂപം മുകളിൽ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആളിരിക്കുന്നത് നമ്മുടെ ശ്രീബുദ്ധന്റെ പോസിലും. ഏതായാലും അകത്ത് കയറിയപ്പോൾ കണ്ടത് വിശാലമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒട്ടനവധി രൂപങ്ങളും ബൈബിൾ സംഭവങ്ങളും ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും എഴുതിയിരിക്കുന്ന വചനങ്ങളുമൊക്കെയാണ്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ സെക്യൂരിറ്റി ചേട്ടൻ വരുന്നത് കണ്ടു. അപ്പോഴാണ് റോസറി വില്ലേജിൽ ക്യാമറ അലൗഡ് അല്ലെന്ന് ഞങ്ങൾ ബോർഡ് ശ്രദ്ധിച്ചത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും, ക്യാമറ ഓഫാക്കി ഓരോന്നും നോക്കിയും കണ്ട് നടന്നു. എല്ലാം വീഡിയോ കൂടി കണ്ട എന്താ ഒരു രസം. ഇവിടേക്ക് വന്നൊന്ന് നോക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വേണ്ടേ? എങ്കിൽ പിന്നെ
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പള്ളിയിലേക്ക് പറ്റുന്ന പോലൊക്കെ ഒന്ന് വായോട്ടോ. ഞാൻ ഇനി പോയി എൻ്റെ ആ നേർച്ച ചെയ്യട്ടെ. കൗണ്ടറിലിരുന്നതൊരു പാവം ചേച്ചി. ആളുടെ പേര് ജസീന. ഇവിടുത്തെ ഏറ്റവും പ്രധാന നേർച്ച ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നു നമുക്ക്. 350 രൂപയാണ് ഒരു കുലയ്ക്ക്. പൈസ കൊടുത്തു വാഴക്കുല എടുത്ത് പള്ളിക്കുള്ളിൽ ഒരു സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അതിനുള്ള സ്ഥലം പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എനിക്കിതൊക്കെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഏതായാലും നേർച്ച വെച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ച് തിരികെ വന്ന് ചേച്ചിയോട് യാത്ര പറഞ്ഞു. നേർച്ചയായി കിട്ടിയ പഴവും വാങ്ങി ഇറങ്ങി. ഇറങ്ങാൻ നേരം ഏറെ സ്നേഹത്തോടെ യാത്ര അയക്കാൻ വന്ന ഡേവിസ് എന്നൊരു സെക്യൂരിറ്റി ചേട്ടനോട് ഇപ്പോൾ പ്രത്യേക ഒരു നന്ദി. പള്ളിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അത്രയും സ്നേഹത്തോടെ ആള് നമ്മുടെ നമ്പറൊക്കെ വാങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ നമ്പർ നമുക്ക് തരികയും ചെയ്തു. അപ്പോൾ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ 10-ന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈ പള്ളിയിൽ തിരുനാൾ. കഴിയുമെങ്കിൽ ഈ വരുന്ന പെരുന്നാൾ നിങ്ങളും വന്നൊന്ന് കൂടിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.